എല്ലാ സംഖ്യകളും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടാ. നിങ്ങൾക്കുള്ളതാണ്. കണ്ടോളി, കേട്ടോളി. എന്റെ പൊന്നെ, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? കൊച്ചു കേരളത്തിലല്ല, ഇന്ത്യ മഹാരാജ്യത്ത്. കേക്കും. നമസ്കാരം. നിങ്ങൾ ഗോമൂത്രം കുടിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇനിയൊരു ഹിന്ദു അല്ല. ഇത് വെറുമൊരു വാദപ്രതിഭാതത്തിന് വേണ്ടി പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല. ഇതൊരു നിയമമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലായിരിക്കും, പക്ഷെ സംഗതി ഉള്ളതാണ്. അതായത് ഗോമൂത്രം കുടിക്കാതെ ഇന്ത്യയിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലങ്ങളിൽ ഒന്നിൽ ഇനി പ്രവേശിക്കാൻ കഴിയില്ല. ഇപ്പോൾ ചാർധാം യാത്ര ആരംഭിച്ചിരിക്കുകയാണല്ലോ. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഈ യാത്രയിലെ രണ്ടാം ഘട്ടമായിട്ടുള്ള ഗംഗോത്രി അവിടെ സന്ദർശിക്കാൻ വരുന്നവർക്ക് പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് ക്ഷേത്ര സമിതിയും പ്രാദേശിക BJP MLA മാരും. ഗംഗോത്രി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഭക്തര് നിർബന്ധമായും പഞ്ചഗവ്യം കഴിക്കണമെന്നാണ് പറയുന്നത്. പഞ്ചഗവ്യം എന്ന് വെച്ചാൽ ഗോമൂത്രവും ചാണകവും പാലും തൈരും നെയ്യും ഒക്കെ ചേർന്ന ഒരു മിശ്രിതമാണ്. ഗംഗോത്രി ക്ഷേത്ര സമിതി പറയുന്നത് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ ആളുകളെ നിയോഗിച്ച് ഭക്തര് ഈ മിശ്രിതം കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കും എന്നാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ പ്രവേശിക്കുന്നവർക്ക് സനാതന ധർമ്മത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടാകണമെന്നും വിശ്വാസമില്ലാത്തവർക്ക് അകത്തേക്ക് കടക്കാതിരിക്കണമെന്നും ഉറപ്പാക്കാനാണെന്നാണ് അവകാശപ്പെടുന്നത്. ഇത്തരം പുതിയ നിയമങ്ങൾ പ്രഖ്യാപിച്ചത് ക്ഷേത്ര ഭരണസമിതി ആണെങ്കിലും അതിനെ പിന്തുണച്ചതും പലപ്പോഴും അത് ആരംഭിച്ചതും പ്രാദേശിക BJP MLA മാരാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഈ വർഷം കേദാർനാഥ്, ബദ്രീനാഥ് ക്ഷേത്രങ്ങളിലേക്ക് ഹിന്ദു അല്ലാത്ത, ഹിന്ദു മതത്തിൽ പെടാത്തവർക്ക് പ്രവേശനം നിയന്ത്രിച്ചിരിക്കുകയാണെന്നും പറയുന്നുണ്ട്. കേദാർനാഥിലെ ഒരു BJP MLA ആണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയത്. അവർ പറയുന്നതനുസരിച്ച് ഹിന്ദുമതത്തിൽ പെടാത്തവര് മതഭാവനകൾക്ക് മുറിവേൽപ്പിക്കുകയും ഈ സ്ഥലങ്ങളുടെ അന്തരീക്ഷത്തെ മലിനമാക്കുകയും ചെയ്യുന്നു എന്നാണ്. ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഈ യാത്രയിൽ ഇത്തരം നിയന്ത്രണങ്ങൾ പ്രാവർത്തികമാക്കുന്നത് എങ്ങനെ എന്നത് വ്യക്തമല്ല. പക്ഷേ ഇത് വെറും ഹിന്ദുമതത്തിൽ പെടാത്തവരെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഹിന്ദുമതത്തിന്റെ വിപുലതയും വൈവിധ്യവും ഒരു ചെറിയ ആചാരത്തിലേക്ക് ചുരുക്കാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. ഹിന്ദു ആചാരങ്ങൾ ഒരിക്കലും ഏകീകൃതമൊന്നും ആയിരുന്നില്ല. ഇതൊരു വിശാലമായ മതപരമ്പരയായിരുന്നു. ഈ മതപരമ്പരയിൽ തന്നെ ആചാരശുദ്ധിയിലോ ഗോമൂത്രം പോലുള്ള പ്രക്രിയയിലോ ഒന്നും വിശ്വസിക്കാത്തവരും പങ്കാളികളായിരുന്നു. ചരിത്രപരമായിട്ട് ചാർധാം യാത്ര തന്നെ വിവിധ ആശയങ്ങളുള്ള ആളുകൾ കൂടിച്ചേരുന്ന സ്ഥലമായിരുന്നു. ആര്യ സമാജവും വൈഷ്ണവ പാരമ്പര്യവും യോഗ പരമ്പരയും ബൗദ്ധമത അനുയായികളും സനാതന ആചാരങ്ങളെ വിമർശിച്ച കബീർ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഒക്കെ അനുയായികളും ഈ യാത്രയുടെ ഭാഗമായിരുന്നു. ഈ ആത്മീയ യാത്രകള് ഒരിക്കലും ചുരുങ്ങിയ ചിന്താഗതിയുള്ള നിയന്ത്രിത മതസ്ഥലങ്ങളായിരുന്നില്ല. പക്ഷേ ഇപ്പോ RSS അവതരിപ്പിക്കുന്ന ഹിന്ദുത്വ ആശയം അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ഈ സ്ഥലങ്ങൾ തുറന്നിരിക്കുകയുള്ളൂ എന്ന ചോദ്യം ഉയരുകയാണ്. നോക്കൂ, ഞാൻ ഗംഗയിലും ശിവന്റെ മഹത്വത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് കരുതുക. പക്ഷേ ഗോമൂത്രം കുടിക്കൽ പോലെയുള്ള ആചാരങ്ങളെ ഞാൻ അംഗീകരിക്കുന്നില്ലെങ്കിലോ? അപ്പൊ ഹിന്ദുമതം എന്നെ ഇനി സ്വീകരിക്കില്ലേ എന്ന് ചോദിക്കേണ്ടി വരികയാണ്. ലോകത്തിലെ ഏറ്റവും വൈവിധ്യമാർന്നതും ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള മതങ്ങളിൽ ഒന്നായ ഹിന്ദുമതത്തിന്റെ സമ്പന്നതയെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ ചുരുക്കുന്നത് ഇന്ത്യ പോലെ നാനാത്വത്തിൽ ഏകത്വമുള്ള ഒരു രാജ്യത്തെ മനുഷ്യർ നമ്മൾ അംഗീകരിക്കണം. അപ്പൊ ഇനി ഗോമൂത്രവും ചാണകമൊക്കെ കൂട്ടിക്കാലക്ക് നിങ്ങൾ കുടി, എന്നിട്ട് നിങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞതാ. ഞങ്ങൾ എന്തായാലും ഇന്ത്യയിൽ ജനിച്ച നല്ല അസൽ ഹിന്ദുക്കളാണ്. ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങളല്ലെങ്കിൽ BJP-കാരെ ഒന്നും വില പോലും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാ. ചാണക ഗോമൂത്രമൊക്കെ നിങ്ങളുടെ മാത്രം സ്വത്താണ്, നിങ്ങൾ എന്താ ചെയ്തോളി. പക്ഷെ പശുവിന്റെ പാല് അത് ഞങ്ങൾ കുടിക്കും കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോ ഗോമാതാ കുക്കി ജയ് എന്നൊക്കെ വിളിച്ച് നടക്കുന്ന കുറെ കൂതറകളൊക്കെ കിട്ടിയില്ലേ? എത്രേ പറയുന്നുള്ളൂ. ഇനി ഇതിന്റെ പിന്നാലെ എങ്ങനെ നടക്കാൻ നാണമില്ലടേ നിനക്കൊന്നും എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. അപ്പോ ജയ് സംഘസക്തി.